രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ മറുപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ തെളിവുകൾ ഹാജരാക്കണം എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, തെളിവുകൾ നിരത്തിയുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയത്. ഇപ്പോൾ എന്താണ് തെളിവുകൾ നിരത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കർണാടകയിലെ സിഇഒ ഇലക്ടറൽ ഓഫീസർ ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. അതിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയോട് ഈ തെളിവുകൾ ഹാജരാക്കണമെന്നാണ്. ആ നോട്ടീസിന്റെ പകർപ്പാണ് പകർത്തിക്കൊണ്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ തെളിവുകൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ എത്തിക്കണം, തെരഞ്ഞെടുപ്പ് സിഇഒയ്ക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതെ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇത് അവസാനിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അവരുടെ ഫാക്ട് ചെക്ക് വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഫാക്ട് ചെക്ക് ആയിട്ട് ഒന്നും നടത്തിയിട്ടില്ല. അതായത് രാഹുൽ ഗാന്ധി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നോ പിഴവുണ്ടെന്നോ എന്നുള്ള ഒരു കാര്യവും ഈ പോസ്റ്റിൽ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ കത്തിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളെ ബാംഗ്ലൂരിൽ ഈ കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. കൂടാതെ 11-ാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്കും ഈ പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ കർണാടകയിലെ സെൻട്രൽ ബംഗളൂരു ലോക്സഭാ മണ്ഡലം, അവിടുത്തെ വോട്ടെടുപ്പ് തിരിമറി, ഇതിനെക്കുറിച്ചായിരുന്നു കണക്കുകൾ നിരത്തിക്കൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കം നടത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. കൂടാതെ മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളിലും സമാനമായിട്ടുള്ള ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ ഈ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയാൽ അത് പരിശോധിക്കാം എന്നാണോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്? അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. കർണാടക സിഇഒ രാഹുൽ ഗാന്ധിക്ക് അയച്ച നോട്ടീസിൽ പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഇന്ന് വൈകുന്നേരത്തിനകം എത്തിക്കണമെന്നാണ്. മാത്രമല്ല, ഒരു നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷനും ഒപ്പിടണം. അത് ഒപ്പിട്ടതിന് ശേഷം ഈ തെളിവുകൾ ഹാജരാക്കണം. ഹാജരാക്കിയാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. ശരി, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കണം, എന്നാൽ പരിശോധിക്കാൻ കഴിയുമെന്നതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി.